ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശനി ദോഷങ്ങൾ വിട്ടുമാറുന്നതോടുകൂടി ഇപ്പോൾ കണ്ടകശനി ദോഷവും അഷ്ടമശനി ദോഷവും അനുഭവിക്കുന്ന രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയാണ്. ജൂലൈ മാസം മുതൽ ശനിയുടെ വക്രഗതി കാലഘട്ടം ആരംഭിക്കുന്നതോടുകൂടി ഇപ്പോൾ കണ്ടകശനി ദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 6 നക്ഷത്ര ജാതകർക്കും അഷ്ടമശനി ദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 3 നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ തലവര തന്നെ മാറുന്ന വിധത്തിൽ ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരാണ് ഈ പറയുന്ന നക്ഷത്രത്തിൽ ജനിച്ചവർ. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശനിയുടെ ദോഷങ്ങൾ വിട്ടുമാറുന്നതോടുകൂടി ജീവിതത്തിൽ ഒരു നല്ല ഉയർച്ചയുടെ കാലഘട്ടമാണ് ജൂലൈ മാസം മുതൽ അനുഭവത്തിൽ വരുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ജാതകപ്രകാരം ഇപ്പോൾ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ കൂടി നടക്കുന്നവർക്കാണെങ്കിൽ ഫലം 10 മടങ്ങ് ഇരട്ടിയായിട്ട് ആ ഗുണഫലങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ആരുടെയെങ്കിലും ജാതകപ്രകാരം ഇപ്പോൾ ശനി മഹാദശ നടക്കുന്നവരുണ്ടോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമുണ്ടോ, ശനി ശുഭനാണോ പാപനാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പൊതുവെ പലരും യൂട്യൂബിൽ മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെപ്പറ്റി കൂടുതൽ വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രഹനില ജാതകവും കൂടെ പരിശോധിക്കുക. അത് ഏറ്റവും ഉത്തമമാണ്. ഇനി നമുക്ക് ഏതൊക്കെ രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്കാണ് ഈ കണ്ടകശനി ദോഷവും അഷ്ടമശനി ദോഷവും വിട്ടുമാറി മുന്നോട്ട് ഏറ്റവും നല്ല സമയം ആരംഭിക്കുന്നത് എന്ന് നോക്കാം. മിഥുനം രാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശനി 10ാം ഭാവമായ കർമ്മസ്ഥാനത്ത് കണ്ടകനായി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മിഥുന രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്നവരാണ്. നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട അവസ്ഥയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ കർമ്മത്തിൽ വിചാരിക്കുന്ന പ്രതിഫലമോ നല്ല ഉയർച്ചയോ ലഭിക്കാത്ത ഒരു സാഹചര്യവും നിങ്ങളെക്കാട്ടിൽ കഴിവ് കുറഞ്ഞവർ പോലും ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നതൊക്കെ കാണേണ്ടി വരുന്ന ഒരവസ്ഥ, ഒരു ജോലി മാറ്റത്തിന് ശ്രമിച്ചാലുള്ള ബുദ്ധിമുട്ടുകൾ, എത്ര നല്ല രീതിയിൽ കർമ്മരംഗത്ത് പ്രയത്നിച്ചാലും അതിനൊത്ത ഫലം ലഭിക്കാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മിഥുനരാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിലുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജൂലൈ മാസം മുതൽ വളരെ വലിയ മാറ്റങ്ങളാണ് അനുഭവത്തിൽ വരുന്നത്. ഇപ്പോൾ ഏറെക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഇതുവരെ ലഭിക്കാത്ത നല്ല മാറ്റങ്ങളും ഉയർച്ചകളും പദവി ഉയർച്ചകളും സ്ഥാനമാറ്റങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള ജോലി ലഭിക്കുന്നതായിരിക്കും. ജോലി നഷ്ടപ്പെട്ട് പുതിയൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തികൾക്കും നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് നല്ല ജോലി ലഭിക്കുന്നതാണ്. അതുപോലെ പുതിയ ബിസിനസ്, തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കും. ഇപ്പോൾ നടത്തിവരുന്ന ബിസിനസ്, തൊഴിൽ മേഖലയിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ഒരു ജോലി മാറ്റം ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കും ഒക്കെ ആ വിദേശ ജോലി ഭാഗ്യവും എല്ലാം ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നു ചേരും. പ്രധാനമായും ഈ കണ്ടകശനി ദോഷത്തിൽ അനുഭവിച്ചു വരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ഒരു കാലഘട്ടങ്ങളിൽ മിഥുനരാശിക്കാരെ വിട്ടുമാറും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടകശനി നൽകിയിട്ടുണ്ട്. അത് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ദാമ്പത്യപരമായിട്ടും പലതരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ്. നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ വിട്ടുമാറി അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരും. ഈ കണ്ടകശനി ദോഷം വിട്ടുമാറുന്നതോടുകൂടി പലർക്കും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, നേട്ടങ്ങൾ, നന്മകൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പലർക്കും സ്വന്തമായ ഭൂമി, ഗൃഹത്തിനുള്ള യോഗമൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ മുന്നോട്ട് വന്നു ചേരും. ഈ കണ്ടകശനി ദോഷത്തിൽ അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മിഥുനരാശിക്കാർക്ക് വിട്ടുമാറുന്നതാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനുഭവിച്ചു വരുന്ന പല ബുദ്ധിമുട്ടുകൾ, മനപ്രയാസങ്ങൾ, അതുപോലെ വേർപിരിയലിൻ്റെ അവസ്ഥയിലെത്തി നിൽക്കുന്നവർ, അങ്ങനെയുള്ള പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ദാമ്പത്യ കുടുംബജീവിതത്തിൽ വിട്ടുമാറി നല്ല രീതിയിൽ ആ ദാമ്പത്യ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നതായിരിക്കും.
വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന കാലതാമസം, തടസ്സങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ലഭിക്കുന്ന സമയമാണ് മുന്നോട്ട് ആരംഭിക്കുവാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രധാനമായിട്ടും മിഥുനരാശിക്കാരെ സംബന്ധിച്ച കണ്ടകശനി ദോഷം വിട്ടുമാറുന്നതോടുകൂടി ജീവിതത്തിൽ നേരിട്ടിരുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറും. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന കാലതാമസങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലും ഒരു നല്ല മാറ്റം വന്നു ചേരുന്നതാണ്. അത് എല്ലാ തരത്തിലും മിഥുനരാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ നല്ല ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ, മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അനുഭവത്തിൽ വരുന്നതാണ്. ഈ ഒരു സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ആ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ജൂലൈ മാസം മുതൽ ആ കണ്ടകശനി ദോഷം വിട്ടുമാറുന്നതോടെ എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശക്തമായ കണ്ടകശനി ദോഷം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് ശനി 7-ാം ഭാവമായ കളത്രഭാവത്തിൽ കണ്ടകനായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി കന്നിരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ എടുത്തു പറയത്തക്ക വലിയ ഗുണഫലങ്ങളോ നന്മകളോ ഒന്നും അനുഭവത്തിൽ വന്നിരിക്കാനുള്ള സാധ്യതയില്ല. ഈ ഒരു കണ്ടകശനി ദോഷം അനുഭവിക്കാതെ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവരുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജനന ജാതക പ്രകാരം ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി നല്ലൊരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ കണ്ടകശനി ദോഷത്തിൽ നിന്നൊരു മുക്തി ലഭിച്ചിരിക്കുന്നത്. അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നോക്കുമ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ആശുപത്രിവാസങ്ങളും ഒക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. പലർക്കും വണ്ടി വാഹനങ്ങളിൽ നിന്നുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളവർ ധാരാളമാണ്. പണം സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ട് വളരെയധികം പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നവരും ധാരാളമാണ്. ജോലി ചെയ്യുന്ന ഇടങ്ങളിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും ഒക്കെ എത്ര നല്ലത് ചെയ്താലും അനാവശ്യമായിട്ടുള്ളൊരു ശത്രുത, ഒരു എതിർപ്പുകൾ ഉണ്ടാവുക, അതുമൂലം ഒരു മനസ്സമാധാനം, സ്വസ്ഥത നഷ്ടപ്പെടുന്ന അവസ്ഥ പലർക്കുമുണ്ട്. ഏത് തരത്തിൽ നോക്കിയാലും ഒരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ചും നമ്മൾ സാമ്പത്തികമായിട്ട് ഒരു കാലത്ത് സഹായിച്ചിരുന്ന വ്യക്തികളിൽ നിന്ന് പോലും മോശപ്പെട്ട അനുഭവങ്ങൾ വന്നു ചേരുക, അവരവരുടെ ആവശ്യത്തിനനുസരിച്ച ഒരു പണം വന്നു ചേരാത്ത അവസ്ഥ, സാമ്പത്തികമായി അത്രമേൽ ബുദ്ധിമുട്ടുന്നവരും ധാരാളമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാകും. പലരും, കന്നിരാശിയിൽപ്പെട്ട പലരും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു ഭൂമി വാങ്ങുവാൻ അല്ലെങ്കിൽ ഒരു ഗൃഹം നിർമ്മിക്കുവാൻ ഇറങ്ങിത്തിരിച്ച് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പലതരത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ട് പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. 7-ാം ഭാവമായ കളത്രഭാവത്തിൽ ശനി കണ്ടകനായി സഞ്ചരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് ദാമ്പത്യ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങൾ, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ദാമ്പത്യ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നു ചേരുക, ദമ്പതികൾ തമ്മിൽ വേർപിരിഞ്ഞ് രണ്ടുപേരും രണ്ടിടങ്ങളിലായിട്ട് കഴിയേണ്ട അവസ്ഥ, ചിലരെ സംബന്ധിച്ച് ഒരു വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരേക്ക് എത്തി നിൽക്കുന്ന അനുഭവമുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അടുത്ത മാസം ജൂലൈ മാസത്തോടുകൂടി വിട്ടുമാറുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ച് ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതിനൊക്കെ പരിഹാരമുണ്ടായി ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷം വന്നു ചേരും. ഒരു വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരാണെങ്കിൽ പോലും അതിലൊക്കെ ഒരു മാറ്റമുണ്ടാകും. അതുപോലെ വിവാഹ കാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു വിവാഹ യോഗം മുന്നോട്ട് ലഭിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറും. സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ കുറയും. ശത്രുതകൾ, എതിർപ്പുകളൊക്കെ വിട്ടുമാറുന്ന സമയമാണ്. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണമൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ ഭൂമി യോഗമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതുമായിരിക്കും. പ്രധാനമായും കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഉത്രം, അത്തം, ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവത്തിലുണ്ട്. നമ്മൾ വളരെയധികം വിശ്വസിച്ച് കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന വ്യക്തികളിൽ നിന്ന് പോലും നമ്മളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ അതേപോലെയുള്ള അത്രമേൽ ദുഃഖത്തിലാഴ്ത്തുന്ന പലതരത്തിലുള്ള അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട്. സഹായിച്ചവർ പോലും ശത്രുക്കളായി മാറുന്ന അനുഭവം കന്നിരാശിയിൽപ്പെട്ട പലർക്കും ഉള്ളതാണ്.
ഇപ്പോൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും അത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ദാമ്പത്യപരമായിട്ടുള്ളതാണെങ്കിലും എല്ലാം വിട്ടുമാറി നിങ്ങൾക്കൊരു മനസ്സമാധാനം, സുഖം, സന്തോഷം, ഒരു ജീവിത ഉയർച്ച നൽകുന്ന ഒരു സമയമാണ് ജൂലൈ മാസം മുതൽ അനുഭവത്തിൽ വരുന്നത്. ആ കണ്ടകശനി ദോഷം പൂർണ്ണമായി വിട്ടുമാറി കന്നിരാശിക്കാരെ സംബന്ധിച്ച് അവർ ഈശ്വരാനുഗ്രഹം ലഭിച്ച് ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ആ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ്. വളരെ നല്ല രീതിയിൽ തലവര മാറുന്ന തരത്തിൽ നല്ല മാറ്റങ്ങൾ വന്നു ചേരും. ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ സമയം നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ജൂലൈ മാസം മുതൽ അനുഭവത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി അഷ്ടമശനി ദോഷം അനുഭവിക്കുന്ന ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ പറ്റിയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നോക്കുമ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു രാശിക്കാരാണ് ചിങ്ങം രാശിക്കാർ. നിങ്ങളെ സംബന്ധിച്ച് അഷ്ടമശനി വളരെയധികം ബുദ്ധിമുട്ടുകളാണ് പലർക്കും പല വിധത്തിൽ നൽകുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നോക്കുമ്പോൾ പലർക്കും പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളാണ് ഈ അഷ്ടമശനി നൽകുന്നത്. അഷ്ടമം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ഭാവം എന്നാണ്. ഇത്രയും പാപനായ ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നമ്മൾ പറയാറില്ലേ, നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പലതും ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത്. അതും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇപ്പോൾ ചിങ്ങം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് മാത്രമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ അഷ്ടമശനി ദോഷത്തിൽ നിന്നൊരു മുക്തി ലഭിച്ചിരിക്കുന്നത്. മറിച്ച് ജാതകവശാൽ കൂടെ അല്പം ബുദ്ധിമുട്ടുള്ള ദശാകാലഘട്ടം നടക്കുന്നവർക്ക് അഷ്ടമശനി ദോഷം കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് പലർക്കും പലതരത്തിലാണ് അനുഭവങ്ങൾ. ചിലർക്ക് വളരെ പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വന്നവരുണ്ട്. അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ, വണ്ടി വാഹനങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ, കയ്യ് കാൽ ഒടിവുകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. സാമ്പത്തികമായിട്ടും വളരെയധികം പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ധാരാളമാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വിയോഗമൊക്കെ ഈ ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും കഴിഞ്ഞ കാലഘട്ടങ്ങൾക്കുള്ളിൽ ഈ അഷ്ടമശനി കാലഘട്ടത്ത് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. പൊതുവെ ഈ അഷ്ടമശനി എന്ന് പറയുന്നത് ചിങ്ങം രാശിക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് നൽകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ സാമ്പത്തികമായിട്ട് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നവരാണെങ്കിൽ പോലും അവർക്ക് അത്ര നല്ല ഒരു അനുഭവമായിരിക്കില്ല അഷ്ടമശനി കാലഘട്ടത്തിൽ ലഭിക്കുന്നത്. നമ്മുടെ കൈകളിൽ വന്നു ചേരുന്ന പണം നമുക്ക് തീരെ പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ചിലവഴിക്കേണ്ട അവസ്ഥ. 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവ് അനുഭവപ്പെടുന്നതായിട്ട് പലർക്കും അങ്ങനെയുള്ള ഒരു അനുഭവമായിരിക്കും കൂടുതൽ ലഭിച്ചിരിക്കുക. അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ശത്രുതാപരമായിട്ടുള്ള മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ പെരുമാറ്റ രീതികൾ, ഈ ഒരു കാലഘട്ടത്തിൽ പലരും താൻ ചെയ്യാത്ത തെറ്റിന് അനാവശ്യമായിട്ടുള്ള കേസ്, കോടതി വ്യവഹാരങ്ങളിലൊക്കെ ഉൾപ്പെട്ടവർ ധാരാളമാണ്. അതുപോലെ തന്നെ ശനി ദാമ്പത്യത്തിന് ദോഷം നൽകുന്ന ഗ്രഹമായതുകൊണ്ട് വിവാഹമോചനത്തിനായിട്ട് കേസ്, കോടതി ആയിട്ടൊക്കെ മുന്നോട്ട് പോകേണ്ട അവസ്ഥയും പലർക്കും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അനുഭവത്തിലുണ്ട്. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ജീവിത പങ്കാളിയിൽ നിന്ന് തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില പെരുമാറ്റങ്ങളും ചില ബുദ്ധിമുട്ടുകളും അനുഭവത്തിൽ വന്നവർ, പല കാര്യകാരണങ്ങൾ കൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ രണ്ടുപേരും രണ്ടിടങ്ങളിലായി കഴിയേണ്ട അവസ്ഥ, ഇങ്ങനെ പലതരത്തിൽ ദാമ്പത്യ കുടുംബജീവിതത്തിലും ഒരു സുഖമോ സമാധാനമോ സ്വസ്ഥതയോ പല ചിങ്ങം രാശിക്കാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ആദ്യ വിവാഹത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴാണെങ്കിൽ പോലും വിവാഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് വന്നാൽ പോലും അവസാന നിമിഷം എന്തെങ്കിലും കാര്യകാരണങ്ങൾ കൊണ്ട് വിവാഹം മുടങ്ങിപ്പോകുന്ന അനുഭവമൊക്കെ മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുഭവത്തിലുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ജൂലൈ മാസം മുതൽ വിട്ടുമാറി അഷ്ടമശനി ദോഷം വിട്ടുമാറും. ആരോഗ്യപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് പൂർണ്ണ മാറ്റമുണ്ടായി പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടും. സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ നിന്ന് മാറ്റമുണ്ടാകും. വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരാണെങ്കിലും അതിലൊക്കെ വളരെ വലിയ മാറ്റങ്ങളുണ്ടായി ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും.
നിങ്ങളെ സംബന്ധിച്ച് ആദ്യ വിവാഹത്തിന് പരിശ്രമിക്കുന്നവർക്ക് ആ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി മംഗല്യഭാഗ്യം ലഭിക്കുന്നതാണ്. കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർക്ക് പലതും അത് നിങ്ങളെ വിട്ടുമാറിപ്പോകുന്ന അനുഭവം, പലതും നിങ്ങൾക്ക് അനുകൂലമാകുന്ന അവസ്ഥ, ഇതൊക്കെ മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ വന്നു ചേരുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇത്രയും കാലം തീരെ പ്രതീക്ഷിക്കാത്ത നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, സാമ്പത്തികമാണെങ്കിലും ശാരീരികമാണെങ്കിലും അതുപോലെ ദാമ്പത്യപരമായിട്ടാണെങ്കിലും ചെയ്യുന്ന ജോലി തൊഴിൽ സംബന്ധിച്ചിട്ടൊക്കെ ആണെങ്കിലും പലതരത്തിലുള്ള നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങൾക്കതിനൊക്കെ നേർ വിപരീതമായി നല്ല ശുഭഫലങ്ങൾ വന്നു ചേരുന്ന സമയം. അഷ്ടമശനി ദോഷം വിട്ടുമാറുന്നതോടുകൂടി ആ മൂടിക്കെട്ടിയിരുന്ന കാർമേഘം വിട്ടുമാറി ഈശ്വരാനുഗ്രഹം വന്നു ചേർന്ന് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ജോലി സംബന്ധമായ ഉയർച്ച, മാറ്റങ്ങൾ ലഭിക്കും. ആരോഗ്യത്തിൽ പുരോഗതി, സാമ്പത്തിക ഉയർച്ച, അങ്ങനെ എല്ലാ തരത്തിലും ഒരു സമാധാനം, സുഖം, സന്തോഷം, നിങ്ങളുടെ തലവര തന്നെ മാറ്റുന്ന തരത്തിൽ നല്ല മാറ്റങ്ങളായിരിക്കും ഈ ഒരു അഷ്ടമശനി വിട്ടുമാറുന്നതോടുകൂടി അനുഭവത്തിൽ വരിക. ഇതിനെ ചിങ്ങം രാശിയിൽപ്പെട്ട മകം പൂരം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തുക. പ്രത്യേകിച്ച് ചിങ്ങം രാശിക്കാരായ കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചു വന്നിരുന്ന മാനസിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ പൂർണ്ണമായി വിട്ടുമാറി മനസ്സിൻ്റെ സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെപ്പറ്റി ആധികാരികമായി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം ഈ ഒരു സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ജൂലൈ മുതൽ അഷ്ടമശനി ദോഷം വിട്ടുമാറി എല്ലാവിധ നന്മകളും ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.